Good evening, everyone, and welcome to the LearnWise Christmas and New Year celebration. I'm Suleika Nafbeen, and I'm really happy you chose to spend this 1 hour with your LearnWise family. Before we begin, just a tiny note. Please keep your mic on mute so that everyone can enjoy the program smoothly. If you feel like sharing anything, your wishes, your gratitude, or even a line about your year, please use the chat. We'll be watching it. Tonight is not a formal function. It's a warm pause, a small breath between 2 years. Because for most of us here, 2025 wasn't just a year. It was deadlines, family responsibilities, work pressure, health, travel, unexpected setbacks, and still, somehow, you kept showing up for your education. And that's what LearnWise stands for. Not perfection, not topper energy, but second chances, strong futures built with patience, community, and consistent effort. Here's how the next 1 hour will flow. First, we'll have a short and powerful keynote by our CEO, Ray Ismon, on how to reflect on 2025 and step into 2026 with clarity in the IGNOU context and in life overall. Then, we'll have a Christmas Carol segment by our learners and team. Something simple and beautiful. After that, we'll have a warm wind-up with New Year wishes from our mentors. And finally, we'll launch our New Year resolution Reel Video Competition, a fun way for learners to share their 2026 promise and inspire each other. All right, let's begin with the heart of the night. Well, please welcome Ray Ismon, CEO of LearnWise, for the keynote address. Over to you, sir. Okay, thank you, Suleika, and good evening, everyone. So, Merry Christmas and very warm advance New Year to all of you. So, thank you for being here. സോ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സ്റ്റോറി അല്ല, നമ്മുടെ ലേണറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ ഏകദേശം ഒരു 130-140 പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ പേർക്കൊക്കെ നമ്മുടെ എക്സിസ്റ്റിംഗ് ലേണേഴ്സിന് 2025 ഡിസംബർ എക്സാമിൻ്റെ തിരക്കിലൊക്കെ ഉള്ളവരുണ്ട്. കാരണം ഓൺഗോയിങ് എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെ ഉണ്ട്. അപ്പം എക്സാമിൻ്റെ തിരക്കിനിടയിലും ജോയിൻ ചെയ്തവർ പ്രത്യേകം നമ്മുടെ താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ലേൺവൈസിൽ ഫസ്റ്റ് ആയിട്ട് ഒരു ഇവന്റിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നിട്ടുള്ളവരൊക്കെ തന്നെ ഉണ്ടാവും. ഒരു മിക്സ്ഡ് ഓഫ് ആയിട്ടുള്ള ഒരു ലേണർ കമ്മ്യൂണിറ്റിയാണ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്, പാർട്ടിസിപ്പൻസ് ആണ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഇവന്റിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാമാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലേണറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു കോളിൽ നമ്മുടെ ലേണറിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഫുൾ ടൈം വർക്കിംഗ് ആണ്, കുറച്ച് ഫാമിലി റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരെന്നോട് സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാഷ്വൽ കോളിൽ കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ അതിയായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. പക്ഷേ എൻ്റെ ബുക്കുകളൊക്കെ ഞാൻ തുറക്കുമ്പോൾ ഇഗ്നോട് SLM ഒക്കെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം കട്ടിയാണ്. അപ്പം എൻ്റെ മൈൻഡ് പറയും ഇന്ന് വേണ്ട നാളെ ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പം എന്നെ ഇത് അലട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ എഡ്യൂക്കേഷൻ ഇൻ ബിറ്റ്വീൻ സ്റ്റക്കായി പോകാനുള്ള ചാൻസ് ഞാൻ വല്ലാതെ കാണുന്നു എന്നുള്ള രീതിയിൽ ഒരു 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 അനക്ഡോട്ട് ഞാനൊന്ന് പറയുകയാണ്, ഷെയർ ചെയ്യാണ്. അപ്പം ഇത് പലർക്കും, നിങ്ങളിൽ ജോയിൻ ചെയ്യുന്ന പലർക്കും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റുഡൻഷിപ്പിൽ നിന്ന് മാറിയിട്ട് ഇപ്പം നിങ്ങളെല്ലാവരും ഒരു അഡൾട്ട് ലേണേഴ്സ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു സ്റ്റുഡൻ്റ് അല്ല, നിങ്ങളൊരു അഡൾട്ട് ആയിട്ടുള്ള ലേണേഴ്സ് ആണ് നിങ്ങൾ ഇപ്പം ഇഗ്നോയിൽ ഡിഗ്രി PG ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം നമുക്കൊരു പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു 18, 19, 20 ഒക്കെ വയസ്സിന് മുകളിലുള്ളവരായിരിക്കും നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പം റിട്ടയർമെന്റിന്റെ ശേഷവും ആ ഒരു സ്പിരിറ്റും ഫയറൊക്കെ കീപ്പ് ചെയ്തിട്ട് പഠിക്കുന്നവരൊക്കെ തന്നെ ഉണ്ട്. അപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആണ്, നമ്മുടെ ഏജ് കോമ്പോസിഷൻ ഒക്കെ എടുക്കുമ്പോൾ തന്നെ. അപ്പം നമുക്ക് ഒരിക്കലും നമ്മുടെ സ്റ്റുഡൻറ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എപ്പോഴും നമ്മളെ അഭിസംബോധന ചെയ്യേണ്ടത് ലേണേഴ്സ് ആയിട്ടാണ്. അപ്പം അവിടെ അഡൽട്ട് ലേണേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഫെയിൽ ആവുന്നത്, അല്ലെങ്കിൽ ഫെയിൽ ആവുന്നത് നമുക്ക് തോന്നുന്നത് നമ്മൾ വീക്ക് ആയതുകൊണ്ടല്ല, പക്ഷെ ലൈഫിന്റെ ഹാർഷ് റിയാലിറ്റി നമ്മൾ ദിവസവും ഫേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. കാരണം ലൈഫ് അത്ര സിമ്പിൾ അല്ല. കാരണം ഒരു സ്റ്റുഡൻഷിപ്പിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ നമുക്കുണ്ട്. അതിന്റെ കൂടെയാണ് ഈ ഒരു പഠനവും നമ്മൾ കൊണ്ടുപോകുന്നത്.
അപ്പൊ ആ ലൈഫിന്റെ ഹാർഷ് റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ആയിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് എന്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം 2025 നമ്മൾ എത്തി നോക്കുമ്പോഴേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അത് നമുക്ക് 2026 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ലേൺ വൈസ് ഇഗ്നോ ജേണിയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ലൈഫും എങ്ങനെ നമുക്ക് സിങ്ക് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് ചെറിയൊരു ഫ്രെയിം വർക്കോട് കൂടിയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതിൽ 3 കാര്യങ്ങൾ ഞാൻ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് 2025 നമ്മൾ എന്താണ് അതിൽ നിന്ന് പഠിച്ചതെന്നുള്ളത്, 2025 എന്താണ് നമുക്ക് ടേക്ക് അവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് പ്ലാൻസ് റെസൊല്യൂഷൻസ് ആയിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ റെസൊല്യൂഷൻസ് നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫെയിൽ ആവാറുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ 2026 എങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയൽ ലൈഫുമായിട്ട് നമുക്ക് തട്ടിച്ച് നോക്കിയിട്ട് ആ രീതിയിൽ എങ്ങനെ നമുക്ക് സർവൈവ് ചെയ്തിട്ട് നല്ലൊരു ഗോള് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആദ്യം നമുക്ക് 2025 ഒന്ന് നോക്കാം, ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അപ്പം അവിടെ നമുക്ക് 2 കാറ്റഗറി ആയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പൊ 2025 ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് 2 ബൈനറീസ് ആയിരിക്കും ഓർമ്മ വരിക. എന്താ അത്? ജയവും പരാജയവും ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അപ്പൊ ഈ ജയവും പരാജയമായിട്ട് 2 ബൈനറി ആക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം എന്ന് പറയുന്നത് ജയവും പരാജയവും തമ്മിൽ ഉള്ള ഒരു ബൈനറി ആയിട്ട് ഒരിക്കലും നമ്മളത് ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു കളക്ഷൻ ഓഫ് റിയാലിറ്റീസ് ആണ്. അത് യാഥാർത്ഥ്യങ്ങളുടെ ഒരു കൂട്ടം കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഈ ഒരു 2025 കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ വിജയങ്ങൾ ഉണ്ടാവാം, നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പകുതി വെച്ച് നിർത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു കളക്ഷനാണ് 2025 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ചധികം സത്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാം ടൈം കിട്ടുന്നില്ല എന്നുള്ളത്, നമുക്ക് ടൈം അവൈലബിൾ അല്ല എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു സത്യം എന്ന് പറയുന്നത് ശരിക്കും ടൈം എന്നുള്ളത് അത് ഒരു ഫ്രീ ടൈമിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. പക്ഷെ ശരിക്കും ടൈം എന്ന് പറയുന്നത് അത് ഡിസൈൻ ചെയ്യലാണ്. അല്ലെ, അതായത് ടൈമിനെ നമുക്ക് അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ടൈമിനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ടൈമിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ഈ ഒരു മുതിർന്ന ലൈഫിൽ, ഇപ്പൊ അഡൽട്ട് ലൈഫിലൊക്കെ തന്നെ നമുക്ക് അങ്ങനെ ഫ്രീ ടൈം ഒന്നും കിട്ടില്ല. പക്ഷെ നമുക്ക് അഡൽട്ട് ലൈഫിൽ എന്താണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. നമുക്ക് അങ്ങനെ ഫ്രീ ടൈം ആയിട്ട് ഒരു മൈ ടൈം എന്നുള്ള രീതിയിൽ ഒന്നും ഇരിക്കാനൊന്നും കഴിയലുണ്ടാവില്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് നമുക്ക് സമയം ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അവിടെ അതിനേക്കാൾ ഉപരി നമ്മൾ ചോദിക്കുന്നത് സമയമുണ്ടോ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ചോദിക്കുന്നത് നമുക്കൊരു ചെറിയൊരു സമയം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഒരു റുട്ടീന് കൾച്ചർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നിങ്ങളിപ്പം PPT നമ്മുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് ടൈം ഡിസൈൻഡ് ആണ് നോട്ട് ഫൗണ്ട് എന്നുള്ള രീതി. ശരിക്കും നമ്മളെ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സമയം കിട്ടുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതായത് നമുക്ക് ചില ദിവസങ്ങൾ നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കര ചാർജ്ഡ് ആയി നിൽക്കും. ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പം ഇഗ്നോ നമ്മുടെ ലേൺ വൈസ് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ചിലപ്പം കുറേ അധികം വീഡിയോ ക്ലാസ് കാണുന്നുണ്ടാവും, കുറേ നോട്ട്സ് വായിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു മോട്ടിവേഷൻ ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ചില ദിവസങ്ങൾ നമ്മൾ ഇതൊന്നും ചെയ്യില്ല. അപ്പം അവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പം അവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും നമ്മുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മുടെ എഡ്യൂക്കേഷന് കാര്യങ്ങളൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. ശരിക്കും അതിന് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാന് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം മോട്ടിവേഷനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് ഒരു റുട്ടീനാണ്. നമുക്ക് വേണ്ടത് ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു റുട്ടീൻ എന്നുള്ള ഒരു കാര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവിടെ എന്തായിരിക്കരുത്, എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പഠിക്കും, എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പം ഞാൻ പഠിക്കും, അല്ലാത്ത സമയത്ത് ഞാൻ എന്താണ് എൻ്റെ മറ്റ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ പോവാണ്ട് നമുക്ക് ഈ ചെറിയ കാര്യങ്ങൾ, ചെറിയ വേസെങ്കിലും നമുക്ക് ഇപ്പൊ ഒരു ചെറിയൊരു സമയം നമുക്ക് മാറ്റി വെച്ചിട്ട് എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഞാൻ ഈ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇഗ്നോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മുടെ ഈ പഠനം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് എന്താണ്, നമുക്ക് എനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലോട്ട് മാറിയിട്ട് എനിക്ക് എപ്പോഴൊക്കെ സാധിക്കുമോ ആ ഒരു സാധ്യമായിട്ടുള്ള സമയത്ത് ഞാൻ ടൈം കണ്ടെത്തിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ആയി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. അതായത്
ഇപ്പം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതൊരു സ്ട്രാറ്റജിയാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ ഒരു ഇഗ്നോ ഒരു ഡിഗ്രി പി ജി ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ആ ഒരു ജേണിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ എന്നുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ എപ്പോഴും നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ സെൽഫുമായിട്ട്. അതായത് ഇതിപ്പോ ഇതിന്ന് ചെയ്യണം, അത് വേണ്ട, നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മളൊരു കമ്മ്യൂണിറ്റീന്റെ ഭാഗമാവുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെങ്ത് കിട്ടും, കാരണം ഇപ്പുറത്തൊക്കെ നമുക്ക് ആളുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ലേൺ വൈസിനെ ഒരു കമ്മ്യൂണിറ്റി ആയി കാണാം. ലേൺ വൈസ് എന്നുള്ളത് കുറെ റെക്കോർഡഡ് ക്ലാസ്സും കുറെ നോട്ട്സും ഉള്ള ഒരു കണ്ടന്റ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അതൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരുണ്ട്? നമ്മുടെ ഫെല്ലോ പിയർ ലേണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്, LSEs ഉണ്ട്, നിങ്ങളുടെ ജോയിൻ ചെയ്യിപ്പിച്ച അക്കാഡമിക് കൗൺസിലേഴ്സ്, നമ്മുടെ ഇതുപോലെയുള്ള സെഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന നമ്മുടെ എക്സാംസ്, നമ്മുടെ PYQs, അതുമായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്, ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ അതിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ശരിക്കും കമ്മ്യൂണിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നതും ഈ 2025 നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ആ ഒരു റിയാലിറ്റിയിലോട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു തോട്ടിലോട്ട് നിങ്ങളെ ഞാൻ കൊണ്ടുവരികയാണ്. സോ നമ്മൾ 25 നമ്മൾ എന്തായാലും ഏകദേശം കഴിഞ്ഞു. ഇന്ന് നാളെ ആയിട്ട് 25 കഴിഞ്ഞ് നമ്മൾ 26 പോവുകയാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി സ്ട്രെങ്തോട് കൂടിയിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യമല്ല, നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ന്യൂ ഇയർ പ്ലാൻസ് എല്ലാം ഫെയിൽ ആകുന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ ബേസിക് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ജിമ്മിൽ പോവുക എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യും, കാര്യങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് പ്ലാൻസ്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ 1-ാം തീയതിയൊക്കെ ആകുമ്പോൾ നാട്ടിലെ എല്ലാ ജിംനേഷ്യത്തിലും അല്ലെങ്കിൽ ജിമ്മിലൊക്കെ തന്നെ ഫുള്ള് അഡ്മിഷൻസും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ പുതുതായി തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലോട്ടും ഇപ്പം പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിലൊക്കെ തന്നെ ഭയങ്കര റഷായിരിക്കും എല്ലാ കാര്യങ്ങളിലും. നമ്മൾ തന്നെ ഒരുപാട് പ്ലാൻസ് നമ്മളിടും. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് അതെല്ലാം പരാജയപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിയാലിറ്റിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അല്ല നമ്മുടെ റെസൊല്യൂഷൻ എടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം. റിയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫ്, നേരത്തെ പറഞ്ഞ പോലെ ഹാർഷ് റിയാലിറ്റി, ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ഫാന്റസിയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവാം. അപ്പൊ അവിടെ നമുക്കെപ്പോഴും ആ ഒരു റിയാലിറ്റിയെ മനസ്സിലാക്കാണ്ട് ഒരു ഫാന്റസി ലൈഫ് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഈ ഒരു റെസൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ലൈഫ് ഒരിക്കലും, എസ്പെഷ്യലി ഒരു അഡൾട്ട് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫാന്റസി എന്ന് പറഞ്ഞല്ല. അതൊരു ഒരു സഞ്ചരിക്കുന്ന ട്രെയിൻ പോലെയാണ്. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം എപ്പോഴും നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ട് എഫക്റ്റ് എപ്പോഴും ഉണ്ടാവും. പുതിയ വർഷമായി, പുതിയ ഞാനാണ്, നമ്മൾ എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യാണ്ട് ഇത് പുതിയ വർഷമാണ്, പുതിയ ഞാനാണ്, അപ്പൊ പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ നമ്മൾ റെസൊല്യൂഷൻ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാവും ഒരു ഔട്ട്കം ബേസ്ഡ് ഗോൾസ് ആയിരിക്കും. അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ ഇഗ്നോ എക്സാമിൽ ടോപ്പ് ചെയ്യും, ഇഗ്നോയിലെ കോൺവൊക്കേഷനിൽ ഗോൾഡ് മെഡൽ നേടും, അല്ലെങ്കിൽ ഞാൻ എല്ലാ പോർഷൻസും നേരത്തെ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ ഞാനൊരു പുതിയ മനുഷ്യനാവും. ഇതേപോലുള്ള ഒരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള റെസൊല്യൂഷൻ ആയിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ വേണ്ടത് പ്രോസസ് ബേസ്ഡ് ആയിട്ടുള്ള ഗോൾസ് ആണ്. അതേപോലെ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്, ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഡെയിലി ഒരു 20 മിനിറ്റ് ഞാൻ പഠിക്കും എന്നുള്ളത്, അതൊരു പ്രോസസ് ബേസ്ഡ് ഗോൾസ് ആണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ശനിയാഴ്ചയും റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 9:30 മണി ഉണ്ടെങ്കിൽ ഞാൻ ഒരു യൂണിറ്റ് തുറക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ അതൊരു പ്രോസസ് ബേസ്ഡ് ഗോൾഡാണ്. അത് ഔട്ട്കം അല്ല, അത് പ്രോസസ്സാണ്. നമുക്ക് എന്താ പ്രോസസ്സ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് ഡൂവബിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ എക്സാം ടോപ്പ് എന്ന് പറയുന്നത് അതൊരു ലോങ് പ്രോസസ്സാണ്. അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എക്സാം എഴുതി അതിന്റെ റിസൾട്ട് വന്നാലാണ് അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് ഔട്ട്കം ആണ്. പക്ഷെ പ്രോസസ്സ് എന്നുള്ളത് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. ആ രീതിയിൽ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഫെയിലായി പോകുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇനി നമുക്കൊരു പ്ലാന്, ഈ ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഇഗ്നോയും ലൈഫും ഒക്കെ തന്നെ നമ്മുടെ ലേൺ വൈസുമായിട്ടുള്ള ജേണിയൊക്കെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയി പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് 3 ലേയേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഡെയിലി ഫൗണ്ടേഷൻ ആണ്, രണ്ടെന്ന് വീക്ക്ലി സ്റ്റിയറിംഗ്, മൂന്നെന്ന് പറഞ്ഞാൽ റിക്കവറി സിസ്റ്റം. അപ്പൊ അതിൽ ഡെയിലി ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും 20 മിനിറ്റ് പ്രോമിസ് എന്നുള്ളത്. അതായത് 20 മിനിറ്റ് എന്ന് പറയുന്നത്, ദിവസത്തെ 20 മിനിറ്റ് എന്ന് പറയുന്നത് അധിക കാര്യമല്ല. അത് നമുക്ക് എന്താണ് ചെറിയൊരു ടൈമാണ്.
അപ്പൊ അത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ 2-3 മണിക്കൂറൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു 20 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് 2-3 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും പഠിക്കും എന്നുള്ള രീതിയിലായിരിക്കും വലിയ വലിയ ഗോൾസ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പകരം ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 20 മിനിറ്റ് ഞാൻ എന്തായാലും ഇഗ്നോ ഇക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇഗ്നോ സിലബസ് കവർ ചെയ്യാൻ ലേൺവൈസിന്റെ കൂടെ ഞാൻ ചെലവഴിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കാര്യം സെറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇയറിൽ നമുക്കൊരു 120 അവേഴ്സ് നമുക്ക് കിട്ടും. 20 മിനിറ്റ് നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ അത് 20 മിനിറ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ചെറുതായിരിക്കും, പക്ഷെ അത് ക്യുമുലേറ്റ് ചെയ്ത് ഒരു വർഷത്തിലോട്ട് വരുമ്പോൾ വലിയൊരു സമയമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ നോക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ രണ്ടാമതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫോൾട്ട് സ്ലോട്ട് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പൊ 20 മിനിറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്ലോട്ട് കണ്ടെത്തുക. ഏർലി മോർണിംഗ് ആണ്. ഇപ്പൊ നേരത്തെയൊക്കെ എണീക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് 20 മിനിറ്റ് നോക്കുക. അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന്റെ ശേഷം നമുക്ക് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് മാറ്റി. അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫ്രഷ് ആയിട്ട് ലേറ്റ് നൈറ്റ് ഇരിക്കുന്ന രീതിയിൽ ചിലവർ ചിലപ്പം വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1 or 2 അവേഴ്സ് വീട്ടിലോട്ട് യാത്ര ചെയ്യേണ്ടവരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ സമയം അപ്പൊ അത് നമ്മൾ എന്താണ്, അത് ചിലപ്പോൾ നമ്മുടെ വീഡിയോ ലെക്ചേഴ്സ് കാര്യങ്ങൾ ഓഡിയോ എന്നുള്ള രീതിയിൽ കേട്ടിട്ട് പഠിക്കുന്നവരും ആ മോഡിലൊക്കെ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മളൊരു ഡിഫോൾട്ട് സ്റ്റഡി സ്ലോട്ട് കണ്ടെത്തും 20 മിനിറ്റിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി സ്റ്റിയറിംഗ് ആണ്. അപ്പൊ ഒരു 1 അവർ സ്റ്റിയറിംഗ് നമുക്ക് എപ്പോഴും, അതായത് വീക്ക്ലി സ്റ്റിയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 20 മിനിറ്റ് എന്ന് പറയുന്നത് അത് ഒരു വീക്ക്ലി പ്ലാൻ ആയിരിക്കണം. അതായത് ഒരു വീക്കിലോട്ടുള്ള ഓരോ ദിവസം ഓരോ വീക്കിലി ആയിരിക്കും നമ്മളത് പ്ലാൻ ചെയ്യേണ്ടത്. ഇന്ന വീക്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു 1 അവർ നമ്മൾ സെൽഫായിട്ട് ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കാം ഈ ഒരു വീക്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ഫുൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ റാൻഡം ആയിട്ട് ചെയ്യാന്നുള്ളത് വളരെ പ്ലാൻഡ് ആയിട്ട് നോക്കുക. ഒന്ന് നമ്മുടെ ഇഗ്നോ അക്കാഡമിക് കലണ്ടർ കാര്യങ്ങൾ, നമ്മുടെ ലേൺവൈസിന്റെ ടൈം ടേബിൾ കുറച്ച് കഴിഞ്ഞാൽ പുതുതായി വന്നവർക്കാണെങ്കിൽ നമ്മുടെ ഓറിയന്റേഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ടൈം ടേബിൾ റിലീസ് ചെയ്യും. അതിലോട്ട് നോക്കിയിട്ട് ആ ഒരു മൊത്തം സിസ്റ്റം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് ഇത് പോകുന്നത് കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ നമ്മൾ എന്താണ് വീക്കിലി ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ഡിസൈഡ് ചെയ്യാം. പിന്നെ ആ സ്ലോട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതൊരു പ്ലാനിങ് എന്ന് പറയുന്നത് ഭയങ്കര, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് പ്ലാൻ ചെയ്യാൻ. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ വീക്കിലി നമ്മൾ ഫുൾ പ്ലാൻ ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പ്ലാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഇന്ന വീക്കിൽ ഏത് യൂണിറ്റാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ യൂണിറ്റ് വൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. സമയമുണ്ട് അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ എക്സാമിനൊക്കെ മുന്നേ ആയിട്ട് ഒരു അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കവർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കണ്ട് കഴിയുമ്പോൾ ഒരു യൂണിറ്റ് കവർ ചെയ്യുകയും പിന്നെ ഒരു ബ്ലോക്ക് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു റിവിഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഒരു പ്രോമിസും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ സ്ക്രീനിൽ ഒരു 9:30 എന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ 30 മിനിറ്റ് പഠിച്ചിരിക്കും അല്ലെങ്കിൽ 20 മിനിറ്റ് പഠിച്ചിരിക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാവണം. അത് ബ്രേക്കായി പോവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിക്കവറിയാണ്. മിനിമം റീസ്റ്റാർട്ട് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ വീക്കിലി ഡെയിലി ഇന്ന ഒരു പ്രോമിസ് നടത്തി വീക്കിലി ഒരു 1 അവർ എടുത്ത് പ്ലാൻ ചെയ്ത് ആ ഒരു വീക്കിലോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവിടെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഒരു 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 ത്രെഡ്സ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിലി വർക്ക് പ്രഷർ ചിലപ്പോൾ അതിലോട്ട് വരാം. ഫാമിലി ടൈം കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ മൂഡ് പ്രശ്നം ഉണ്ടാവും, മൂഡ് ഡ്രോപ്പ് ചെയ്യാൻ കാര്യമുണ്ട്. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇത് ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്കിത് ത്രൂ ഔട്ട് ദ ഇയർ ഇങ്ങനെ തന്നെ ചെയ്തു പോകാൻ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതെന്താണ്, ഞാൻ എടുത്തിട്ടുള്ള തീരുമാനമൊക്കെ തെറ്റിപ്പോയല്ലോ, ഞാൻ ഫെയിൽ ആയി ഇതിൽ, അതുകൊണ്ട് ഇനി ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അതിനെ ക്വിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ക്വിറ്റ് ചെയ്യാൻ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അതായത് നമ്മൾ 2026 പുതിയ റൂൾ നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഒരു ബാഡ് വീക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫെയിലിയർ അല്ല. ഒരു ബാഡ് വീക്ക് എന്ന് പറയുന്ന ഒരു സിഗ്നലാണ്, എനിക്ക് കിട്ടുന്ന ഒരു സിഗ്നലാണ്. അതായത് അത് റിക്കവറി ചെയ്യണം, റിക്കവറി റിച്വലായിട്ട് മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണണം, അതിന് പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മളെ തന്നെ അത് പണിഷ് ചെയ്യുന്ന രീതിയിലാക്കരുത്. നമ്മളത് കംബാക്ക് പ്ലാൻ ആയിട്ട് നമ്മളത് എടുക്കണം. അപ്പൊ അത് എന്ത് ചെയ്യണം? ഒരു വീക്കിൽ നമ്മുടെ പ്ലാൻ മൊത്തം പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ വീണ്ടും 20 മിനിറ്റ്സിലോട്ട് വേണ്ട, അടുത്ത ദിവസം എന്ത് ചെയ്യുക? ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ ദിവസം അത് 15 മിനിറ്റിലോട്ട് കൊണ്ടുവരാം. മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്യുക? അത് 20 മിനിറ്റിലോട്ട് ബാക്ക് ടു നോർമൽ, നമ്മൾ നേരത്തെ വിചാരിച്ചിട്ടുള്ള രീതിയിൽ. അപ്പൊ ഈ 20 മിനിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേരി ചെയ്യും. ചിലർക്ക് 30 മിനിറ്റ് എടുക്കാം, അല്ലെങ്കിൽ 40 മിനിറ്റ് എടുക്കാം. ഞാൻ ജസ്റ്റ് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ
ഇതിലൂടെ പഠിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്ലാന് 2026 നമ്മൾ എടുക്കുന്ന റെസൊല്യൂഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഫെയിൽ ആവാതെ പോവുള്ളൂ. അപ്പം ഇവിടെ എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ബ്രേക്ക് ആകാൻ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ അത് ഡ്രോപ്പ് ചെയ്യരുത്. അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാര്യം, അതായത് റിക്കവറി മിനിമം റീസ്റ്റാർട്ട് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇനി നമുക്ക് ഇഗ്നോ സ്പെസിഫിക് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതിൽ കുറച്ചുകൂടി സ്മാർട്ടർ ആയിട്ട് എങ്ങനെ ഇഗ്നോ സിലബസ് നമുക്ക് കവർ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഒരു പ്രശ്നം നമുക്ക് വരാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ്, ലേൺ വൈസിന് മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇഗ്നോയുടെ SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇപ്പം പുതുതായി അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ 1 or 2 months നിങ്ങൾക്ക് ഹാർഡ് കോപ്പി എന്നുള്ള കയ്യിൽ കിട്ടും. ഓൾറെഡി ഉള്ളവർക്ക് അറിയാം, നല്ല കട്ടിയുള്ള പുസ്തകങ്ങൾ കാര്യങ്ങളാണ് ഇഗ്നോ അയച്ചു തരുന്നുണ്ടാവുക. അപ്പൊ നമ്മളൊരു കാര്യം ഇങ്ങനെയൊക്കെ പ്ലാൻ ഒക്കെ ചെയ്ത് നമ്മൾ എന്താ ആദ്യം ചെയ്യാം? ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വായിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് നോട്ട്സ് എടുത്തിട്ട് വായിക്കും. ഒറ്റ കുത്തിരിപ്പിന് ഇങ്ങനെ വായിച്ച് റീഡ് ചെയ്യും, പിന്നെ റീഡ് ചെയ്യും. പക്ഷെ അവിടെ എന്താണ്, നമുക്കൊരു ഒരു ബ്രെയിനും അതിനനുസരിച്ച് ഇതാവും. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതെന്ത് ചെയ്യുന്നുണ്ടാവില്ല. ഈ വായിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ PYQs, ഇപ്പൊ ഇഗ്നോയുടെ PYQs ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിലൂടെ ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഞാൻ ഇത് ഫുള്ള് വായിക്കണം. ഇപ്പൊ ഒരു യൂണിറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്തിട്ട് ഈ പുസ്തകത്തിലുള്ള A to Z കാര്യവും ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഒരുപാട് നേരം വായിച്ച് അങ്ങനെ ചെയ്യണം. കാരണം എനിക്ക് അത്രയും സമയമില്ല, എനിക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ കുറച്ചുകൂടി സ്മാർട്ടർ ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കണം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ഇഗ്നോയുടെ PYQs ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. എന്നിട്ട് അതൊന്ന് സോൾവ് ചെയ്തു. ഇന്ന ഒരു യൂണിറ്റ് കഴിഞ്ഞാൽ അത് യൂണിറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പൊ നമ്മുടെ വീഡിയോ ലെക്ചേഴ്സിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ഫാക്കൽറ്റീസ് എന്തുണ്ടാവും, PYQന്റെ സെക്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് അപ്പൊ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇഗ്നോയിൽ എക്സാംസ് ഒക്കെ അധികവും PYQസിന്റെ ഒരു അതിൽ നിന്ന് മാറിയിട്ട്, അത് സെയിം ക്വസ്റ്റ്യൻ വരില്ല, എന്നിരുന്നാലും ആ ഒരു ഏരിയാസ് എന്നൊക്കെ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവാം. അപ്പൊ നമുക്ക് അത്യാവശ്യം പാസ്സാവാനുള്ള മാർക്സ് ഒക്കെ തന്നെ PYQs ഒക്കെ നോക്കി ക്ലാസ് കാര്യങ്ങളൊക്കെ കണ്ട് നല്ലൊരു ഐഡിയ ഉണ്ടാക്കി തന്നാൽ തന്നെ നമ്മൾ സേഫായി. പക്ഷെ നമുക്ക് അങ്ങനെ സേഫ് ആയിട്ട് പോയാൽ പോരാ, നമുക്ക് നല്ല മാർക്സോട് കൂടിയിട്ട് തന്നെ, ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ട് തന്നെ പാസ്സാവണം. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യണം, കുറച്ച് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മോഡൽ എക്സാമിന്റെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. 3-4 സൈക്കിൾസിന്റെ ഓൾറെഡി അതിലുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കാരണം ഇഗ്നോയില് നിങ്ങൾ എക്സാം എഴുതാന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. എഴുത്ത് എന്നുള്ളൊരു സ്കില്ല് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം essay ടൈപ്പ് ആൻസേഴ്സ് എഴുതുന്നുണ്ടാവും. പ്രോബ്ലം ബേസ്ഡ് പേപ്പേഴ്സ് അല്ലാതെ ഒക്കെ തന്നെ നമ്മൾ essay ടൈപ്പ് പേപ്പറാണ്. 20-25 പേജസ് ഒക്കെ നമ്മൾ എഴുതേണ്ടി വരും. അപ്പൊ ഒരു എക്സാമിന്റെ അതിലോട്ട് ആക്കാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കാം. ചിലപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒട്ടും നടക്കുന്നുണ്ടാവില്ല, പക്ഷെ അത് ഡിമോട്ടിവേറ്റഡ് ആവരുത്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഫുൾ ടീം നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, സെൽഫ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റീകോൾ ചെയ്ത് നോക്കണം. കാരണം എക്സാമിൽ ഒരിക്കലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, പിന്നെ നിങ്ങൾക്ക് എത്ര നിങ്ങൾ വായിച്ചു കാര്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ടാവില്ല. എക്സാമിൽ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് എക്സാമിന് നിങ്ങൾക്ക് അതാണ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മുടെ ലേൺവൈസിലുള്ള മോഡൽ എക്സാമും PYQ അനാലിസിസും നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ വരുന്നുണ്ടാവും. ഇപ്പൊ മെന്റേഴ്സും LSEs ഒക്കെ നിൽക്കുന്നുണ്ട്. മെന്റർഷിപ്പ് ബാച്ചിലുള്ളവർക്കാണെങ്കിൽ ആ രീതിയിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് കാര്യങ്ങളുണ്ടാവും. മെന്റർമാരുടെ ഗൈഡൻസ് നിൽക്കുന്നുണ്ടാവും. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇത് ഒരു എക്സ്ട്രാ ആയിട്ട് കാണാണ്ട് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു അഡൽട്ട് ലേണേഴ്സ് ഈ ഒരു ലേണർ ജേണിയിൽ നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ശരിക്കും 2026 ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് എക്സാമിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി നമുക്ക് മാർക്സ് കാര്യങ്ങൾ മാത്രമല്ല, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും എക്സാമിന് പാസ്സാവുക, അത് നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് നമുക്ക് ഡിഗ്രി PG കിട്ടുക എന്നുള്ളത് എക്സാമിന് നല്ല മാർക്കോട് കൂടി പാസ്സാവണം എന്നുള്ള ഒരു കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങളോട് നമുക്ക് 2026 നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ എഡ്യൂക്കേഷനെ നമ്മൾ കാണേണ്ടത് അതൊരു ഐഡന്റിറ്റിയാണ്. അതായത് നിങ്ങളൊരു ഡിഗ്രി PG നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാതി വഴിക്ക് നിർത്തി പോകുന്നതായിരിക്കും. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഡിഗ്രി PG ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സ്റ്റൈലിൽ വരെ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും, നമ്മൾ സംസാരിക്കുന്ന രീതി മാറും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഡിഗ്നിറ്റി ഉണ്ടാവും. നമുക്ക് നമ്മളെ തന്നെ ഒരു ഫീൽ പ്രൗഡ് മൊമെന്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും.
അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അതിലോട്ട് നമ്മൾ 2026 മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഒരു പ്രഷർ കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷെ സ്ട്രെങ്ത് നേടിയെടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അത് നമ്മൾ എന്താണ് പെട്ടെന്ന് എടുക്കുക എന്നല്ല. അപ്പൊ നേരത്തെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒരു 20 മിനിറ്റ് പ്ലാൻ ഉണ്ടാക്കുക, വീക്കിലി അത് ആ, ആ, ഒന്ന് സ്റ്റിയർ ചെയ്യുക, റിട്രീവൽ ചെയ്യുക, അത് ഫെയിൽ ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യത്തിലോട്ട് 2026 വരുമ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് 2026 ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആൻഡ് ഒരു 2026 ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സെക്കൻഡ് എടുത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന വെച്ചാൽ ഒരു മൈക്രോ പ്രോമിസ് എപ്പോഴും 26 നമ്മൾ എടുക്കുക. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു സെഷന്റെ ശേഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ 26 1-ാം തീയതി ആകുമ്പോഴത്തേക്ക്, 1-ാം തീയതി ആവണമെന്നില്ല, പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചെറിയ ചെറിയ പ്രോമിസുകൾ നിങ്ങൾ ചെയ്തു നോക്കുക. 20 മിനിറ്റ് ഡെയിലി, ഒരു വീക്കിൽ 5 ദിവസം ഞാൻ മാറ്റിവെക്കും. എല്ലാ ശനിയാഴ്ചയും ഒരു 1 hour റിവിഷൻ ഞാൻ ചെയ്യും. ഒരു PYQ സെറ്റ് എവറി വീക്ക് ഞാൻ നോക്കും എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ലേൺ വൈസ് സപ്പോർട്ട് സെഷൻസ്, അത് ലൈവ് സെഷൻ ആയിക്കോട്ടെ, നമ്മുടെ വിൻഡേഴ്സിന് സ്പെഷ്യൽ സെഷൻസ്, നമ്മുടെ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യും വീക്കിലി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സെഷൻസ് നമുക്ക് വരാനുണ്ട്. അപ്പൊ അതിലൊക്കെ അറ്റൻഡ് ചെയ്യും. അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോമിസ് എടുത്തിട്ട് അത് നമ്മൾ കുറച്ചു കാലം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, ഇത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 2026 നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ന്യൂ ഇയർ വിഷ് നൽകുവാണ്. അപ്പം ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പം അങ്ങനെ ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും ഉദ്ദേശിച്ചതല്ല. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്യേണ്ടതുണ്ട്. 2026 നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ നമുക്കത് നിലനിർത്തി പോകാൻ പറ്റേണ്ടതുണ്ട്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പൊ എനിവേ നമുക്ക് ഇന്ന് കുറച്ചധികം പ്രോഗ്രാംസ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് നമ്മുടെ എൻ്റെ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവർക്കും തന്നെ മേരി ക്രിസ്മസ് ആൻഡ് എ പവർഫുൾ ആൻഡ് പീസ്ഫുൾ ഹാപ്പി ന്യൂ ഇയർ. സോ താങ്ക് യു എവ്രി വൺ. താങ്ക് യു. യാ, ബാക്ക് ടു യു സുലേഖ. താങ്ക് യു സർ. നമുക്കിനി നമ്മുടെ കാരൽ സോങ്സിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് let me invite Chinnu for presenting the carol song. ഹലോ, Yes, Chinnu, പാടിക്കോളൂ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാകമണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, ജീവനിടുന്നു ദൈവം, അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അപപിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. Thank you, Chinnu. That was wonderful. Now let's Okay, ma'am. invite Okay. Now let's invite Biju for the carol song. നമുക്ക് Yes, കേൾക്കാമോ? yes. പാടിക്കോളൂ. ഓക്കെ. എല്ലാവർക്കും ഒരു ബിലീറ്റഡ് ആണെങ്കിലും ഒരു ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസ ആദ്യം പറയുന്നത്. എനിക്ക് 2 ദിവസമായിട്ട് ചുമയാണ്, സൗണ്ട് പ്രശ്നമാണ്. ഞാനൊരു പാടാൻ ശ്രമിക്കുകയാണ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ, ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരക രാജകുമാരിയൊടൊത്ത്
കലപാടിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേതിലേം തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബേതിലേം തന്നിൽ വന്നു രാജാധിരാജന്റെ പൊൻതിരുമേനി രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയൊടൊത്തൊന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ മന്നവർ മൂവരും ദാവീദിൻ സുതനേ മന്നവർ മൂവരും ദാവീദിൻ സുതനേ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. Thank you, Biju. That was wonderful. Thank you. Okay, now I invite Sharon, our economics mentor, to give the mentor's wishes. Hi all, good evening, Merry Christmas and warm advanced Happy New Year to all. So I want to start with one honest truth about adult learning. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് സ്റ്റഡിങ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ലൈഫ് ലൈക്ക് അങ്ങനെ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നത്. പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ റോബോട്ട്സ് അല്ല. നമ്മളൊക്കെ തന്നെ പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. ഓക്കെ, സോ നമ്മൾ ആരെങ്കിലും തന്നെ ഒരു പെർഫെക്റ്റ് ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ലൈഫ്, പെർഫെക്റ്റ് ടൈം, പെർഫെക്റ്റ് സപ്പോർട്ട് ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ യു മേ കീപ് വെയിറ്റിംഗ്. നമുക്ക് അത് മാത്രമേ നടക്കുള്ളൂ. പക്ഷെ റിയൽ ലൈഫിൽ ഒരിക്കലും പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും ഫാമിലി നീഡ്സ് ഉണ്ട്, വർക്ക് പ്രഷർ ഉണ്ട്, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോൾസ് വരാം, അതുപോലെ കംപ്ലീറ്റ് കാവ്സ്, ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിന്റെ പാർട്ടാണ്. സോ നമുക്ക് ഇതിനൊക്കെ മറികടക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കില്ല് നമ്മൾ അറ്റൈൻ ചെയ്യണം. അത് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വൺ ഹൂ സ്റ്റാർട്ട് സ്റ്റഡിങ് അല്ലെങ്കിൽ ദ വൺ ഹൂ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ടാലന്റോ അല്ലെങ്കിൽ ആളുടെ ഇന്റലിജൻസോ മോട്ടിവേഷനോ ബേസ് ചെയ്തിട്ടല്ല. അത് ആള് ബ്രേക്ക് ആയ സമയത്ത് അല്ലെങ്കിൽ അവിടെ തൊട്ട് നമ്മൾ എങ്ങനെ റീസ്റ്റാർട്ട് തിരികെ എങ്ങനെ വരുന്നു, റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. സോ നമ്മളിപ്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം 2026 വരാൻ പോകുന്നു, നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഡെഫിനറ്റ്ലി വിൽ ഫേസ് ബാഡ് വീക്സ്. നമ്മൾ സംഡേ നമുക്ക് മിസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വി മൈറ്റ് ഈവൻ ഡിസപ്പിയർ ഫോർ എ വൈൽ. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്താ ചിന്തിക്കുക, നമുക്ക് അപ്പൊ ഫസ്റ്റ് വരുന്നൊരു തോട്ട് എന്ന് പറയുന്നത്
ഓക്കെ ഇതെല്ലാം റൂയിനായി, നമ്മൾ ഫെയിലിയർ ആയി, ഐ കാൺ ഡു ഇറ്റ് എനിമോർ എന്നാണ്. പക്ഷെ ആ ഒരു സിംഗിൾ തോട്ട് ഉണ്ടല്ലോ ഹാസ് എൻഡഡ് മോർ ലേണിംഗ് ജേർണി ദാൻ എ സിലബസ് എവർ ഡിഡ്. സോ എനിക്ക് ഇപ്പൊ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ റീസ്റ്റാർട്ട് റിച്വൽ ആണ് നമ്മളുടെ ലൈഫിൽ. നമ്മൾ എല്ലാവർക്കും എപ്പോഴും പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റോപ്പായിട്ട് നിൽക്കുമ്പോഴും നമുക്ക് വേണ്ടത് ഒരു റീസ്റ്റാർട്ട് റിച്വൽ ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു റീസ്റ്റാർട്ട് റിച്വൽ ആണ്. അതൊരു പണിഷ്മെന്റോ അല്ലെങ്കിൽ ഒരു വലിയൊരു ബിഗ് ഡീലോ ഒന്നുമല്ല. ജസ്റ്റ് പോസ് ചെയ്യുക, നമുക്ക് നമ്മളുടെ ആ ഒരു ലൈഫ് ജേർണി ഒന്ന് ആക്സസ് ചെയ്യുക, നമ്മൾ ആക്സസ് ചെയ്യുക എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് പോസ് ചെയ്യുക, എന്നിട്ട് അത് റീസെറ്റ് ചെയ്യുക വിത്ത് സ്മോൾ സിമ്പിൾ ആക്ഷൻ. ഓക്കെ, സോ റീസെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെഗറ്റീവ് സ്റ്റോറീസും അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ചിന്തിക്കണം, ഓക്കെ ഐ ഫെൽ ഓഫ്, ഇറ്റ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ ആണ്, നമ്മളൊന്നും റോബോട്ട്സ് അല്ല, ഹ്യൂമൻ ആണ്, അത് ഹ്യൂമനി നേച്ചർ ആണ്. എന്നിട്ട് ജസ്റ്റ് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത്, ഈവൻ നമ്മൾ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ലൈഫിൽ ഇതെവിടെ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ ഒരു നൈറ്റ് കൊണ്ട് ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുക്കും. ഒരിക്കലും അങ്ങനെയല്ല. ഒരു സിംഗിൾ ആക്ഷൻ വെച്ചിട്ട് നമ്മൾ തുടങ്ങുക. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ്, ഡെയിലി ഒരു 10 മിനിറ്റ്സ് നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ആയിക്കോട്ടെ. നമ്മൾ സ്റ്റഡിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പതുക്കെ പതുക്കെ സ്മോൾ ആക്ഷൻസ് ആണ് ഒരു ബിഗ് ലെവലിലോട്ടേക്ക് നമ്മളെ മേക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു 2025 നമ്മൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഫെയിലിയർ ആവാൻ പാടില്ല എന്നുള്ളതല്ല. ഫെയിലിയർ ഒക്കെ നമ്മളുടെ ലൈഫിന്റെ ഭാഗമാണ്. എപ്പോ വേണമെങ്കിലും നമ്മൾ ഫെയിൽ ആവാം. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ആണ്. സോ ഇറ്റ്സ് അബൌട്ട് ബിക്കമിങ് എ പേഴ്സൺ ഹൂ റീസ്റ്റാർട്ട് ക്വിക്ലി. ഓക്കെ, എന്ത് വരുമ്പോഴും എന്ത് ഫെയിലിയർ വരുമ്പോഴും നമ്മൾ ക്വിക്ക് ആയിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഐ വോണ്ട് ടു ഗിവ് യു എ സ്മോൾ ലൈൻ. ഇത് നിങ്ങൾ 2026ന്റെ കൂടെ നിങ്ങൾ എന്തായാലും ക്ലോസ് ആയിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഇത് വെക്കണം. നെവർ ജഡ്ജ് യുവർ ഫ്യൂച്ചർ വിത്ത് എ വൺ മെസ്സി വീക്ക്. അതൊരിക്കലും നിങ്ങളുടെ ലൈഫ് അല്ല. ഓക്കെ, മെസ്സി വീക്കും അല്ലെങ്കിൽ ഡേ ഓഫും അതൊക്കെ ക്വൈറ്റ് നാച്ചുറൽ ആണ്. ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുക, കീപ് മൂവിങ്. Okay, so Merry Christmas and may this 2026 be the year you start faster and stay stronger, stay kinder to yourself and finish it with stronger. Thank you all. Thank you, Sharon. Now I invite Abhay sir. Hi all, very good evening. സോ ഇതിനോടൊപ്പം തന്നെ റൈസർ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ വളരെ ഒരു പുതുവർഷം തുടങ്ങുന്നതിന്റെ ആശംസകളും അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെ നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കരിയറിലും ഒക്കെ തന്നെയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ മാറ്റങ്ങൾ എത്രത്തോളം വലിയൊരു റിസൾട്ടിലേക്ക് വരും എന്നുള്ള രീതിയിലുള്ള സന്ദേശമൊക്കെ തന്നെ തന്നിരുന്നു. സോ ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ചെറിയൊരു കാര്യം അവതരിപ്പിക്കുന്നതിനായിട്ടാണ്. പക്ഷെ വളരെ രസകരമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ കൂടിയാണ് ഈ വട്ടം. ന്യൂ ഇയറും അതുപോലെ തന്നെ ക്രിസ്മസും അനുബന്ധിച്ച് ലേൺവൈസ് നമ്മുടെ ലേണേഴ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എല്ലാ വർഷവും എക്സാമ്പിൾ പോലെ തന്നെ ഇപ്പം പറഞ്ഞിരുന്നു റൈസർ, എല്ലാ വട്ടം നമ്മൾ ജിമ്മിൽ പോകുമെന്ന് പറയുമെങ്കിലും പക്ഷെ ജിമ്മിൽ പോവുക എന്നുള്ളത് വളരെ വിദൂരമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു വട്ടം മാത്രം പോവുക എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വരുന്ന ഒരു സാഹചര്യം പലപ്പോഴും വരാറുണ്ട്. അപ്പം അത് വരാതിരിക്കുന്നതിനായിട്ട് അവിടെ പ്രധാനമായിട്ടും പ്രശ്നം പറഞ്ഞത് ഈ പ്രോസസ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യാതെ നമ്മൾ റിസൾട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇത് ചെയ്തെടുക്കും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയായി കഴിഞ്ഞാലായിരിക്കും നമുക്ക് ആ ഒരു റുട്ടീൻ സെറ്റ് ചെയ്യാനും അത് ചെയ്തെടുക്കാനും സാധിക്കുക. അപ്പൊ നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ 2026 ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് അക്കാഡമിക് ആവാം, പ്രൊഫഷണൽ ആവാം, പേഴ്സണൽ ആവാം, അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമായും ഈ ഒരു വർഷം നിങ്ങൾ തുടങ്ങും അല്ലെങ്കിൽ ചെയ്ത് എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം നിങ്ങൾ അവതരിപ്പിക്കുക. അത് റീൽസ് ഒക്കെ തന്നെ എല്ലാവരും കാണുന്നതാണ്. അപ്പൊ റീൽസ് ഫോമാറ്റിൽ തന്നെയാണ് വേണ്ടത്, പോർട്രേറ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. അതിൽ എങ്ങനെയാണ് നിങ്ങൾ ആ കാര്യം ചെയ്തെടുക്കാൻ പോകുന്നത്? ഇപ്പൊ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇത്ര ദിവസം പോകും, എന്നിട്ട് പിന്നീട് ഇത്ര ദിവസം പോകും, അങ്ങനെ വർഷം മൊത്തം പോകും. എന്റെ ഇപ്പം മറ്റേതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പറ്റിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു കരിയർ, ഇപ്പൊ ഇന്നൊരു പ്രൊമോഷൻ നിങ്ങൾ നേടുന്നുള്ള ഒരു കാര്യമായിരിക്കാം. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള 3 സ്റ്റെപ്സും നിങ്ങൾ മെൻഷൻ ചെയ്യണം. അങ്ങനെ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വളരെ പെട്ടെന്ന് നമ്മളെല്ലാം തന്നെ ഇതിനോടൊപ്പം മനസ്സ് കരുതിയിട്ടുള്ള കാര്യങ്ങൾ ഒരു വീഡിയോയിലേക്ക് പകർത്തി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മെന്ററിന് അയച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഈ ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലേണർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിന് അയച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ.
അപ്പൊ നിങ്ങൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം 1, 2, 3 എന്നുള്ള 3 സ്റ്റെപ്സിലായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു കാര്യം നടത്തിയെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിൽ വരേണ്ടത്. അപ്പം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക, ഓരോരോ റെസൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എത്രയും പെട്ടെന്ന് ഒരു റീലായി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മെന്റേഴ്സിലേക്കും അതുപോലെ തന്നെ LSCസിലേക്കും ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൈസസും നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയി വരുന്ന റീൽ കോമ്പറ്റീഷനിലെ റീൽസിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസൊല്യൂഷൻ റീൽസ് ആക്കി 1-ാം തീയതി ആകുമ്പോഴേക്കും അല്ലെ 1-ാം തീയതിക്കുള്ളിൽ നമ്മുടെ അതാത് കൺസേൺ മെന്റേഴ്സിലേക്കും LSCസിലേക്കും ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. സോ ഇത്രയും തന്നെ ആയിരുന്നു നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ പ്ലാൻ ചെയ്തിരുന്നത്. സോ ഈ ഒരു ഇവന്റ് ഭംഗിയായി കൺക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഭംഗിയാക്കാൻ സഹായിച്ച എല്ലാ ലേണേഴ്സിനും, ജോയിൻ ചെയ്ത എല്ലാ ലേണേഴ്സിനും എൻ്റെ ഭാഗത്തു നിന്നും ടീം ലേൺവേസിന്റെ ഭാഗത്തു നിന്നും വെരി കഴിഞ്ഞു പോയെങ്കിലും ഒരു വെരി ക്രിസ്മസ് വിഷസ്. അതുപോലെ തന്നെ വരുന്ന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾക്കായിട്ടും എങ്ങനെ ഏറ്റവും മനോഹരമായ രീതിയിൽ വരും വർഷം തുടങ്ങാം എന്നതിനെ കുറിച്ചും എല്ലാവരും ഇതിനോടകം തന്നെ വളരെ അവെയറാണ്. അപ്പൊ അങ്ങനെ ഒരു വളരെ നല്ല വർഷം, നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു വർഷമാകട്ടെ 2026 എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ ജോയിനിങ്. ഇനിയും ഒരുപാട് ഇവന്റ്സും ഇനിയും ഒരുപാട് ഫംഗ്ഷൻസും നമുക്ക് ലേൺവേസിൽ വരാനുണ്ട്. സോ അതെല്ലാം തന്നെ ഇതേ ഉത്സാഹത്തോടു കൂടി തന്നെ ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, മറ്റു കോമ്പറ്റീഷൻസ് ഉണ്ടാവും. എല്ലാത്തിലും ഈ പറഞ്ഞ അക്കാഡമിക്സ് എന്നതിനേക്കാളും അക്കാഡമിക്സ് വളരെ പ്രധാനമാണ്, അത് ഓൾറെഡി നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വരുന്ന ഇവന്റ്സിലും പങ്കെടുക്കുക. ഒരു കോളേജിലൊക്കെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെയാണോ ഇവന്റ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്, അതേ ഒരു ഉത്സാഹത്തോടു കൂടി തന്നെ ഈ ഒരു ഇവന്റ്സിലും നിങ്ങൾ ഭാഗമാവുന്നുണ്ടെന്നുള്ളതും ഉറപ്പാക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെരി ഹാപ്പി ന്യൂ ഇയർ. 2026 നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു വർഷമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you, sir. So let 2026 be the year you don't wait for motivation, you build a system. Let it be the year you don't chase perfection, you practice recovery. Let it be the year you don't do it alone, you stay connected. From all of us at LearnWise, Merry Christmas and a powerful, peaceful, Happy New Year. Thank you.